നമസ്കാരം. എല്ലാവർക്കും സ്പേസ് ഗ്രേഡ് ആർട്ട് ആൻഡ് ഡിസൈൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആൻഡ്രൂ ലൂമിസ് മെത്തേഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ബേസിക്സ്, എങ്ങനെയാണ് ഈ സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ക്ലാസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളെങ്ങനെയാണ് ഒരു സ്കള്ളിനകത്ത് ഈ ആൻഡ്രൂ ലൂമിസ് മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൻഡ്രൂ ലൂമിസ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സ്കള്ള് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്കള്ളിൻ്റെ ഷേപ്പും അതിൻ്റെ ഫോമും എങ്ങനെയാണ് ഈ മെത്തേഡിൽ അപ്ലൈ ആവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ പുള്ളിയുടെ കോർ ഐഡിയ, അദ്ദേഹം മുന്നോട്ട് വെച്ച കോർ ഐഡിയ എന്താണെന്ന് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ഒരു ബോൾ ഷേപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡിൽ ലൈൻ, ഇതാണ് ബ്രോ ലൈൻ. ഓക്കെ, ഇതാണ് ബ്രോ ലൈൻ, ഇതാണ് മിഡിൽ ലൈൻ. എന്നിട്ട് ഈ സംഭവത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഈ സംഭവത്തിനെ കട്ട് ചെയ്യുക, ഇത് രണ്ട് ഭാഗമാക്കുക, ഇങ്ങനെ ഭാഗം. ഓക്കെ, ആ ഒരു സംഭവം തന്നെ നമ്മളിവിടെയും ചെയ്യുക. ഇങ്ങനെ വരും, ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ കറങ്ങി വരും. എന്നിട്ട് നമ്മൾ ഈ മിഡിൽ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുക, മിഡിൽ ലൈനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിനെ മൂന്നാക്കുക, ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് ഈ ഒരു ലെങ്ത് തന്നെ ഇവിടെയും കൊടുക്കുക, 2, 3. അപ്പോൾ ഇതാണ് നമ്മുടെ നോസായിട്ട് വരുന്നത്, ഇതാണ് നമ്മുടെ ചിൻ ഷേപ്പായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഈ ജോ ഷേപ്പ് വരും, ജോയുടെ ലൈൻ ഇങ്ങനെ വരും ഈ രണ്ട് ഭാഗത്തുനിന്ന്, കണ്ണ് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ജോതായിട്ട് വരും. ഓക്കെ, ഇങ്ങനെ വരും. ഈ ഒരു സെക്ഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ലിപ്സിൻ്റെ ഷേപ്പ് വരും, ഇവിടെ ഇങ്ങനെ ചുണ്ട്, ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ താടിയലിൻ്റെ. അപ്പോൾ നമുക്ക് കണ്ണിന് പകരം നമുക്ക് ഒരു 2 സർക്കിൾ കൊടുക്കാം, 2 സർക്കിളായിട്ട് കൊടുക്കുക. ഇതാണ് മെയിൻ ഐഡിയ, അദ്ദേഹത്തിൻ്റെ മെയിൻ ഐഡിയ ഇതാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഭാഗമുണ്ട്. അതിന് നേരത്തെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഹാഫ് എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഹാഫ് എന്ന് പറയുന്നത്. ഈ ഹോൾ ഷേപ്പിൻ്റെ ഹാഫായിട്ട് വരും ഐയുടെ പൊസിഷൻ. അതാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഞാൻ അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ്, ഈ ഒരു ഹോൾ ഷേപ്പിൻ്റെ ഹാഫായിട്ട് വരും കണ്ണ്. അപ്പോൾ ഇവിടെ ഈ കൃഷ്ണമണി ഏകദേശം ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ഇതാണ് ആൻഡ്രൂ ലൂമിസ് മെത്തേഡിൻ്റെ മെയിനായിട്ടുള്ള ഐഡിയ. ഇവിടെ ഇങ്ങനെ ജോ ഷേപ്പ് വരും. ഇങ്ങനെയാണ് നമ്മളൊരു ഫേസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്ത് വരും. ഇവിടെ ഇങ്ങനെ ഹെയർ ലൈൻ വരും. ഓക്കെ, ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ഷേപ്പ്, ഹെഡ് ഷേപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫേസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജോ ഷേപ്പും അതുപോലുള്ള സംഭവങ്ങളും, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സ്കെലിട്ടൺ, ഒരു സ്കള്ള് എങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം വർക്കിൽ കോമ്പാറ്റബിൾ ആവുന്നത് നോക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും, മിഡിൽ ലൈൻ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ജോ സ്ട്രക്ചർ, അതാണ് നമ്മുടെ ബോർഡിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ആണി വെച്ചിരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രോ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ പാരലായിട്ട് നോക്കിക്കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രോ ലൈനായിരുന്നു, അത് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഈ ബോളൊന്ന് ഓറിയൻറ്റ് ചെയ്ത് ഇങ്ങോട്ടായി കഴിയുമ്പോൾ ഇത് സംഭവം ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനകത്ത് ജോ വന്നിരിക്കുന്നത്. ജോ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരും ജോ സ്ട്രക്ചർ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വരും ജോയുടെ ഷേപ്പ്. ഓക്കെ, അത് മനസ്സിലായോ? ഇങ്ങനെയാണ് പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ണിൻ്റെ ഇപ്പോൾ ഇവിടെ ഇതാണ്, ഇവിടെ മൂക്കിൻ്റെ ഇവിടെയാണ് ഇത് ബ്രോലൈൻ വന്നിരിക്കുന്നത്. മൂക്കിൻ്റെ പൊസിഷൻ എന്താണ്ട് ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് 1 2 3. അപ്പോൾ ഇവിടെ ഏകദേശം വരും, മൂക്കിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ട് വരും. ഈ ബ്രോ ലൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ ഇങ്ങനെ വരും. കണ്ടല്ലോ? അപ്പോൾ ഈ കറക്റ്റ് മിഡിൽ പോർഷനിൽ വരും നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബോളായിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ വരും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് വരും, ജോ സ്ട്രക്ചർ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരുന്നത്. ഈ സംഭവം നമുക്കൊന്നുകൂടെ പിന്നെ അതിൻ്റെ പ്രപ്പോർഷനനുസരിച്ച് നമുക്കൊന്ന് ശരിയായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ബോൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ കട്ട് ചെയ്യുക. ആദ്യം ഒരു മിഡിൽ ലൈൻ കൊടുക്കുക. ഇതാണ് മിഡിൽ ലൈൻ. ഇതിനെ കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ വരും, സംഭവം പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രോ ലൈൻ. ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു സെക്ഷൻ ഒന്ന് ഇവിടുന്ന് താഴോട്ടൊരു വെർട്ടിക്കൽ കൊടുക്കുക. കറക്റ്റ് താഴോട്ടൊരു വെർട്ടിക്കൽ കൊടുക്കുക. 1 2 3. എങ്ങനെ വരും? ഓക്കെ, നമ്മുടെ സർക്കിൾ ശരിയായിട്ടില്ല, അതാണ് ഇപ്പം ഇങ്ങനെ ഏങ്കോണിച്ചിരിക്കുന്നത്. നമുക്ക് കറക്റ്റാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കറക്റ്റാക്കുക. നമ്മൾ പരമാവധി കറക്റ്റാക്കി നോക്കുക. അത്രയൊക്കെ മതി എന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ആർട്ടാണ് ചെയ്യുന്നത്, ആർട്ടിനകത്ത് പെർഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. സർക്കിൾ നിങ്ങൾക്ക് കറക്റ്റ് ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരുപോലെ വന്നിട്ടുണ്ട് സർക്കിൾ. പെർഫെക്റ്റ് സർക്കിളല്ല, എന്നാലും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ജോ വരുന്നത് എവിടെയാണെന്ന് നോക്കാം. അതുകൊണ്ട് ഇതാണ് ഈ മിഡിൽ പോയിൻ്റ്. ഈ മിഡിൽ പോയിൻ്റ് കഴിഞ്ഞ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ ജോ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ജോ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ സ്ട്രക്ചർ കൊടുത്തിരിക്കും. ഓക്കെ, ഇവിടെ എങ്ങനെ വന്നു? താഴത്തെ ജോയാണ് ഇപ്പം. ഇനി നമ്മുടെ ഈ കണ്ണിൻ്റെ സാധനം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ താടി എല്ല് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോവും, ഇതിനെ കവർ ചെയ്ത് ഇങ്ങനെ പോവും. അപ്പോൾ നമുക്ക് ഈ ജോ അങ്ങ് മായ്ച്ചു വിടായിരുന്നു, അതിനകത്ത് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ മൂക്കിൻ്റെ സ്ട്രക്ചർ. മൂക്കിൻ്റെ സ്ട്രക്ചർ ഏകദേശം കണ്ടിങ്ങനെ. ഓക്കെ, നമ്മുടെ കണ്ണെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചുകൂടെ താഴോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പകുതിയായിട്ട് വരും. ഇതിൻ്റെ കണ്ണ് ഈ ഒരു ഫുൾ ഫിഗറിൻ്റെ പകുതിയായിട്ട് വരും. ഇവിടെ ആയിട്ട് വരും കണ്ണിൻ്റെ സ്ഥാനം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ആ സ്കെലിറ്റൺ ഏകദേശം ഇങ്ങനെ വരും. ഓക്കെ, നമ്മുടെ ഈ താടിയല്ല ഇതായിട്ട് വരത്തില്ല. ആ പുസ്തകത്തിന് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കഴിയാം. ഇങ്ങനെ വരും. ഇപ്പം എങ്ങനെയാണ് ഒരു സ്കള്ളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്? അപ്പോൾ സ്കള്ളിനകത്ത് കണ്ണിങ്ങനെ വരും കേട്ടോ. ഇതാണ് ഒരു സ്കൾ ഷേപ്പ്. അപ്പോൾ നമുക്ക് സ്കൾ ഷേപ്പ് ശരിക്കും ഒന്ന് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് നോർമലായിട്ട് വരച്ചാൽ സംഭവമുണ്ട്. ഇങ്ങനെയാണ് സ്കള്ള് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതാണ് സുപ്ര ഓർബിറ്റൽ റിഡ്ജ്. അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കുക. അതൊക്കെയാണ് അതിന് വരയ്ക്കാൻ അറിയാവുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ നമ്മളൊരു ഫ്രീ ഹാൻഡായിട്ട് സ്കള്ള് വരച്ചതുകൊണ്ട് ഏകദേശം നമുക്ക് ഇതുപോലെ കിട്ടും.
ഒക്കെ കുടുങ്ങിയൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കണം. ഇതാണ് സ്കള്ളിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആൻഡ്രൂ ലൂമിസ് മെത്തേഡ് വഴി ഇങ്ങനെയാണ് സ്കള്ള് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതങ്ങനെയാണ് ഈ സംഭവം ഇങ്ങനെ ബോൾ വരച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3D നോക്കാം. 3D എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ സംഭവം നമുക്ക് ഇങ്ങനെയാണ് നോക്കാം. ഓക്കെ, നമ്മുടെ മിഡിൽ ലൈൻ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യാൻ. ഓക്കെ, ഈ സംഭവം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഈ ഒരു ലൈൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ വലുതായിരിക്കും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒന്നായിരിക്കും. ഓക്കെ, ഇപ്പം ഒരാൾ മുകളിലോട്ട് നോക്കിയിരിക്കുക, താഴെ നിന്ന് മുകളിലോട്ടുള്ള വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുക സംഭവം. ഈ സംഭവം കട്ട് ചെയ്ത് മനസ്സിലായോ? അതായത് പിന്നെ ഇതിനെ ഡിവൈഡ് ചെയ്യുക ഇങ്ങനെ. അപ്പോൾ നേരെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടുന്ന് തുടങ്ങുക. അപ്പോൾ ഈ ഒരു ജോ ഷേപ്പ് വേണ്ടി ഇവിടുന്ന് വരും, ഇവിടെ വന്ന് അവസാനിക്കും. ഓക്കെ, അപ്പോൾ ജോയുടെ ഷേപ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. കാരണം നമ്മുടെ ആംഗിൾ കുറച്ചുകൂടെ ടിൽറ്റഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ആംഗിൾ നേരെയുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആംഗിൾ ഈ സംഭവം നേരെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത് ഉണ്ടോ. ഇത് കുറച്ചുകൂടെ ഇതായത് കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇവിടെ അപ്ലൈ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. നമുക്ക് ഏകദേശം ഒരു ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ആയിട്ട് വരും മൂക്ക്. അങ്ങനെ വരും. വള്ളൻ്റെ ഷേപ്പ് വരും. അപ്പോൾ ഓക്കെ, നമ്മൾ കാണിച്ച മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കള്ള് ഇങ്ങനെ വരേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടുന്ന് വരെ കൊടുത്താൽ മതി, അപ്പം മൊത്തം പിടിക്കേണ്ട കാര്യമില്ല. ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനൊരു സംഭവം വരും. ഇതാണ് ഷേപ്പ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ കണ്ണിന് സാധനം വരും. അപ്പോൾ ഇതാണ് താഴെ നിന്ന് മുണ്ടക്കൂട്ട് നോക്കിയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് കുറച്ചുകൂടെ ആംഗിൾ ഒന്ന് മാറ്റി നോക്കാം.
നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ നോക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആംഗിൾ നോക്കാം. ഓക്കെ, ഈ ഒരു ആംഗിൾ നോക്കാം. ഇവിടെ നിന്ന് വേറെ ലൈനോട് വരും കേട്ടോ, സി ലൈൻ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. അടിപൊളി ഇങ്ങനെയാണ് ആണി തറച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ സെക്ഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സെക്ഷൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അകത്തെ ലൈൻ ഇങ്ങനെ വരും. ഈ സംഭവം പോവും. നമ്മൾ ഈ സംഭവം ടെക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഒരു സംഭവത്തിന് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത് കുറച്ചുകൂടി ഇങ്ങനെ വരും. കാരണം ആ ഡിസ്റ്റോർഷൻ കാരണം കുറച്ചുകൂടി ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് സ്കള്ള് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇവിടുന്ന് ഈ ഒരു പോർഷനിൽ വരും കേട്ടോ. സ്കള്ളിൻ്റെ ഷേപ്പ് കൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. അതാണ് സംഭവം. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ കണ്ണിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ വരും. ഈ കണ്ണിൻ്റെ ഷേപ്പ് കൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ എത്ര വരച്ചാലും മറന്നു പോകും. ഈ സംഭവം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ജോ ഷേപ്പ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ മൂക്ക് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടൊക്കെ പോകും. ഈ ഒരു ഷേപ്പ് പോകുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ മണ്ടക്കോട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടോ സ്കള്ളിന്. പിന്നെ ഇവിടുന്ന് താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്കള്ളായി. ഈ സംഭവം നമുക്ക് മായ്ച്ചു കളയാം. വേറെ സംഭവം ഉണ്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ആൻഡ്രോലിൻസ് മെത്തേഡ് ഉപയോഗിച്ച് സ്കള്ളും ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ആംഗിളിൽ നമ്മൾ ആദ്യം ഇങ്ങനെ പറയുക. നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയിൽ കൂടെ സംഭവം ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട്
സംഭവം. കണ്ടില്ലേ മൂക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു. ഒരു ചെറിയ ചരിവുണ്ട്, ഫ്രണ്ടിലോട്ടൊരു ചെറിയ ചരിവുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് മൂക്കിങ്ങനെ വന്നിട്ട് ഇതാണ് മൂക്ക്, ഇങ്ങനെയാണ് മൂക്ക് വരുന്നത് കണ്ടോ. അത് കഴിഞ്ഞിട്ടാണ് സ്കള്ള് വരുന്നത്. സ്കള്ളിങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഇത്. ഈ ഒരു മൂക്കിൻ്റെ ഒരു ചെറിയ ചരിവില്ലേ, ആ സംഭവം വരും. Okay. അപ്പോൾ നിങ്ങൾ ഈ സംഭവം വരയ്ക്കുന്നത് വഴി, വരപ്പിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പേഷ്യൽ റീസണിങ്ങും അതുപോലുള്ള സംഭവങ്ങളും ഒക്കെ നമ്മുടെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. അപ്പോൾ ഈ സ്പേഷ്യൽ റീസണിങ് അതുപോലുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ ഈ നാവിഗേഷനും അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെയല്ല വരുന്നത്, നമ്മൾ ഇതൊരു അബ്സ്ട്രാക്ഷനാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാനിങ്ങനെ ചെയ്യുകയാണ്. പക്ഷേ ഏകദേശം അതുകൊണ്ട് ഇതുപോലൊക്കെ വരും. ഏതായാലും അബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് വീണ്ടും കുറച്ച് അബ്സ്ട്രാക്ഷനിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം അത് ഇതുപോലെ വരും. അതാണ്ട് ഈ ഒരു സംഭവം കണ്ണ് താണ്ട് അപ്പം ഈ ആംഗിളിൽ നോക്കുക. ഓക്കെ, അത് നമുക്കിവിടെ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് എങ്ങനെ ഒരു ഒട്ടും തെറ്റാതെ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് സെറ്റപ്പായിട്ട് ഫുള്ള് 3Dയിൽ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ പഠിക്കാം. അതായത് നമുക്ക് ആദ്യം ഗ്രിഡ് വരച്ചിട്ട് ഈ ഒരു ഈ സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ആ സംഭവങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതായത് ഈ ആക്സിസ് എങ്ങനെ വരുന്നു, ആക്സിസിൻ്റെ ഓറിയൻറ്റേഷൻ, ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തുള്ള ഓറിയൻറ്റേഷൻ എങ്ങനെ വരുന്നു, ആ ഓറിയൻറ്റേഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയൊക്കെ സാധനം. ഓക്കെ, ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇത് വരും, ഈ സംഭവം ഇങ്ങനെ വരും, ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെയാണ് ഫേസ് ഷേപ്പ് പോകും. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് സ്കൾ ഷേപ്പ്. ഇത് ഏകദേശം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഇതിനകത്ത് മിസ്റ്റേക്ക് മനസ്സിലാവും. ഏകദേശം ഞാൻ ഐഡിയ പറഞ്ഞതേ ഉള്ളൂ, ഒരു റഫ് ഐഡിയ ആണ് സംഭവം. എങ്ങനെയാണ് സ്കൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആംഗിൾ ലൂമിനസ് മെത്തേഡ് ഉപയോഗിച്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്കൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് മാൻഡൽ ലൂമിനസ് മെത്തേഡ് ഉപയോഗിച്ച്. ഇനിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഈ സ്കള്ളും ഫേസ് ഷേപ്പും ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത തവണ അടുത്ത വീഡിയോയുമായിട്ട് നന്ദി, നമസ്കാരം.